നമസ്കാരം, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പോകും. ഇനി അടുത്ത 3 ദിവസം യാത്രയായിരിക്കും. സ്ലോട്ടർ ട്രിപ്പ്. എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ പേടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇതൊരു പട്ടിക്കാടാണ്. പട്ടിക്കാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ പട്ടിക്കാട്. അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന റിസോർട്ട് എന്ന് സോക്കോൾഡ് പറയപ്പെടുന്ന ആ സ്ഥലത്ത് ഒരു കട പോലും ഇല്ല. കടയുണ്ട്, നമ്മളൊരു 1 കിലോമീറ്ററോളം നടക്കണം. അവിടെയാണെങ്കിൽ അധികം സാധനങ്ങളും ഇല്ല എന്നാണ് പോയൊരു ഗ്രൂപ്പ് പറഞ്ഞത്. അവിടെ ആകപ്പാടെ എന്തെങ്കിലും അത്രയും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കിട്ടുള്ളൂ എന്നാണ് നമ്മുടെ കൂടെ പഠിക്കുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അഡ്വഞ്ചറസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ പിന്നെയും അതുകൊണ്ടെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ പരമാവധി പാക്ക് ചെയ്താണ് കൊണ്ടുപോകുന്നത്. ചിക്കൻ ഇവിടെ ഞാൻ ഗ്രില്ല് ചെയ്ത് ഇറക്കി കുട്ടപ്പനാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടൊന്ന് പോയിട്ട് വേണം അവരെ പാക്ക് ചെയ്യാനായിട്ട്. വൈകുന്നേരത്തേക്കുള്ള ഡിന്നർ, ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഡിന്നർ ഇവിടെ പെട്ടി പാക്ക് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചേക്കണം. ബൂട്ട് വെച്ചേക്കണു. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് സോസേജ് സേഫ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പാക്കിംഗ് പരിപാടികൾ നിൽക്കുന്നത്. ഇനി ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞ് ഇറങ്ങും. ചിക്കനാണ് ഏറ്റവും സൂപ്പർ. എന്തൊരു മണമായിരുന്നു എന്ന് പറയും. വാവ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് ഇന്നത്തെ സ്ലോട്ടർ ട്രിപ്പ് എങ്ങനെയാവുമെന്ന് വഴിയെ കാണാം. ഞങ്ങൾ യാത്ര പോവുകയാണ്. നോക്കി എല്ലാവരും പാണക്കെട്ടൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഞാൻ കണ്ടില്ലേ ഇരിക്കണം എല്ലാം മഞ്ഞപ്പെട്ടി. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. ഹൗ ഡു യു ഫീൽ? I don't want to go. പീസ് കൂട്ടി 1.5 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞിട്ട് 4 മണിക്കൂർ നേരെ പിഗ് ഫാമിലേക്ക് നമ്മൾ കയറാൻ പോണേ. ദേ വരുന്ന ഓരോരുത്തന്മാർ അപ്പുറത്ത്, അവരുടെ ബാക്കിയുള്ളവർ അപ്പുറത്തുണ്ട്. സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് കാണാം. മഴയെ മഴയെ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുയിലില്ല. കുയിലാണെങ്കിൽ എവിടെ പോയി ഇതറിയാൻ പാടില്ല. മഴയാണ് ഗൈസ്, മഴ മഴ. ഒരു കുട എടുക്കായിരുന്നു. കുട ബാഗിലുണ്ട്, പക്ഷേ സ്ലോട്ടർ ഹൗസിലേക്ക് കുടയൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് മഴ നനയുക, അതാണ് വിധി. സ്ലോട്ടർ ട്രിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ചുമ്മാ തെക്കുവടക്ക് നടക്കുന്നു. ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ സ്ഥലത്തും അവിടെ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് ഫോണും കൊണ്ട് കയറിപ്പോയി കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ളിലത്തെ പരിപാടികളൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കണ്ണുകളെല്ലാം കണ്ടതുകൊണ്ട് നിങ്ങളെ ഞാൻ കണ്ടത് പറഞ്ഞു തരാം. ബേസിക്കലി നമ്മൾ എന്തിനീ ഒരു ട്രിപ്പ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സ്ലോട്ടർ ഹൗസിലും നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ അങ്ങോട്ട് അറവ് പരിപാടിയൊന്നും നടക്കില്ല. നമ്മുടെ നാട്ടിലും ഉണ്ടാവും, പക്ഷെ അത്രമാത്രം അത് പ്രാക്ടിക്കലി നടത്തുന്നുണ്ട് എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെക്കിങ് നടത്തി അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഒരു മൃഗത്തിനെ സ്ലോട്ടർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു വെറ്റിനറിയൻ്റെ റോൾ ബിഫോർ സ്ലോട്ടർ, ആഫ്റ്റർ സ്ലോട്ടർ, ഡ്യൂറിങ് സ്ലോട്ടർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർക്ക് ഇവിടെ വരുന്നൊരു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും ഇതൊക്കെ കാണാം, പക്ഷെ നമ്മൾ തൊടാൻ പാടില്ല. അത് യൂറോപ്പിലൊരു മെയിൻ സാധനമാണ്. നമുക്ക് ലൈസൻസ് കിട്ടാത്തിടത്തോളം നമുക്ക് ഇതൊന്നും തൊടാൻ പറ്റില്ല. നമ്മൾ കാണാം, ഇത് മുഴുവൻ പഠിക്കുക. പഠിത്തമാണല്ലോ മുഖ്യം. ഇപ്പോൾ ഏതെങ്കിലും എൻ്റെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഈ പറഞ്ഞ സ്ലോട്ടർ ട്രിപ്പ് വഴി ഏതെങ്കിലും സ്ലോട്ടർ ഹൗസിൽ ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറുമ്പോൾ തന്നെ ഒച്ചകൾ കേട്ട് തുടങ്ങുന്നു. മനോഹരമായ ഗാനങ്ങൾ. ഓ മൈ ഗോഡ്. അതായത് ഇറച്ചി കഴിക്കുന്ന നോക്കി പ്രശ്നമില്ല, പക്ഷേ കഴിക്കുന്ന ഇറച്ചിയുടെ ആ ഉത്ഭവം അത് വല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡുകളിൽ പരിപാടി തുടങ്ങും. അത്ര സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ് അതിൻ്റെ ഉള്ളിൽ. അത്രയും സ്കിൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും സ്കിൽഡ്. ഓക്കെ, ഷിങ് 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 ഷിങ്. അതായത് ഒരു ദിവസം 500 ചില്ലുവാൻ പന്നികൾ, അതായത് 300 മുതൽ 500 ചില്ലുവാൻ പന്നികളെ കണ്ടിക്കുന്ന ഒരു സ്ലോട്ടർ ഹൗസിലാണ് നമ്മളിപ്പോൾ കയറി ഇറങ്ങിയത്. എല്ലാ ദിവസവും കേട്ടോ. ഇപ്പോൾ പല ഷിഫ്റ്റുകളിലുള്ള ആൾക്കാർ ഇങ്ങനെ കണ്ടിച്ചുകൊണ്ടിരിക്കും. കാലത്ത് തുടങ്ങി രാത്രി വരെ കണ്ടിച്ചുകൊണ്ടിരിക്കും. സ്റ്റണ്ണിങ് മെത്തേഡാണ് ഇവിടെ സ്ലോട്ടർ ചെയ്യാൻ ഉപയോഗിക്കണേ. അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെ നടന്നു വന്നേക്കണേ കർത്താവ്. ഇവിടെ എങ്ങനെ വെച്ച് എന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പോയി. അപ്പോൾ എൻ്റെ ഉള്ളിലെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് തിരിച്ച് റിസോർട്ടിലേക്ക് പോവുക. റിസോർട്ടിൽ പോയി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക. ഇനി നാളെ അടുത്ത 2 സ്ലോട്ടർ ഹൗസോ 1 സ്ലോട്ടർ ഹൗസോ. പക്ഷേ ഇനി പന്നിയിലേക്കില്ല. ഇവിടെ നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഓരോ പ്രോസസ്സായിട്ട് കണ്ടു. എത്രമാത്രം ഇതിൻ്റെ മുന്നിൽ, അതായത് മീറ്റ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ പരിപാടികളും കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോവാം.
ഒക്കെ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല. പക്ഷെ എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു വിഷമം തോന്നും ചില പോയിന്റിൽ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ബിഫോർ ഐ ഫിനിഷ്. എന്തൊരു സൈസായി പന്നിക്കൊക്കെ എൻ്റെ അമ്മ. പന്നി മീൻസ് ദ പിഗ്. ചിലവർക്ക് പന്നി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബാഡ് വേർഡായിട്ട് തോന്നിയാലോ. അതുകൊണ്ട് ഈ പിഗിനൊക്കെ എന്തൊരു വലിപ്പം എൻ്റെ അമ്മോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ തിരിച്ചു പോട്ടെ. ബസ്സിൽ പിള്ളേരൊക്കെ വെയിറ്റിംഗ് ആണ്. എനിക്കൊരു 3-5 മിനിറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് ഒരു ക്ലിപ്പ് എടുക്കാൻ. അപ്പോൾ പോട്ടെ, ബൈ ബൈ. പിഗ് സ്ലോട്ടർ ഹൗസിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മൾ താമസിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. നോമ്പൂടിയുണ്ട്, ഇവിടെ ഒരുത്തനുണ്ട്. ഇതാണ് നമ്മുടെ മുറി. നീ കാണുന്നത് 4 പേരടങ്ങുന്ന സബ്സെ ശുദ്ധ മുറി. ഇവൻ അടുത്ത ആള്. ഇവനാണ് 3 ഇന്ത്യക്കാരുടെ ഇടയിലുള്ള ഒരേ ഒരു നോർവീജിയൻകാരൻ. അടക്കള തട്ടിക്കൂട്ടാണ്, കുഴപ്പമില്ല. കക്കൂസ് ഏതാണ്ട് ഇതേപോലെ ഇരിക്കും, കുഴപ്പമില്ല. നമുക്കിതിൻ്റെയൊക്കെ ആവശ്യമുള്ള 3 ദിവസത്തല്ലേ. പിന്നെ ഇവിടെ ഒരു കിഡിലൻ ഗസ്റ്റ് റൂം ഉണ്ട്. ഇത് 4ാമത് ഡേ ഇരിക്കണു. അപ്പം ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ പരിപാടി. ഇപ്പം നമ്മൾ മുറി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇതൊരു പട്ടിക്കാടിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. ഒരു കടയോ ഒന്നുമില്ല. ആകപ്പാടെ ഉള്ളത് കാട് മാത്രം. സബ്സെ ശുദ്ധ കാടിനിടയ്ക്ക് നമ്മൾ. നല്ല രസമുണ്ടല്ലേ. വൈകുന്നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കി തുടങ്ങട്ടെ. ഇന്നെന്താ സംഭവിച്ചേക്കുന്നതെന്നോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ ഒരു പിടിയില്ല. എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ഇവിടെയുണ്ട്. എന്തോ സംഭവിക്കുന്നുണ്ട്, എന്തോ സംഭവിക്കണമെന്ന് ഒരു പിടിയില്ല. അവർ ഇത്രയും നേരം പാട്ടും ഒച്ചയും ബഹളമായിരുന്നു. ഞാൻ പാട്ട് ഓഫ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കണത്, കാരണം കോപ്പിറൈറ്റ് വരും. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഈ ദിവസം വളരെ 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 അടിപൊളിയായിരുന്നു. ഈ ഫോണിൻ്റെ ഫ്ലാഷ് എൻ്റെ കണ്ണടിച്ച് കളയുന്നുണ്ട്. ഇപ്പം സമയം വെളുപ്പിന് 3 മണി. കാലത്ത് 9 മണിക്കാണ് നമുക്ക് അടുത്ത ട്രിപ്പ് തുടങ്ങണത്, 2ാമത്തെ ദിവസത്തിൻ്റെ. എന്ത് സംഭവിക്കുന്നോ എന്ത് നടക്കാൻ പോകുന്നു ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ ഇത്രയും നേരം അടിപൊളിയായിരുന്നു, ഇനിയും അടിപൊളിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത്രയും നേരം നടന്നൊക്കെ അടിപൊളിയായിരുന്നു, ഇനിയും അടിപൊളിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ സ്ലോട്ടർ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. 10 രൂപയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Do you guys have something to say? Please say bye bye. See you next time. Like and subscribe. Bye bye. ആരൊന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്കൊരു തേങ്ങയുടെ മൂടും കാണാൻ പറ്റണില്ല, കാരണം കൂരിരുട്ടാണ്. ദാ കാണുന്ന കുടിലാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം കൂടിയത്. നമ്മുടെ ക്ലാസ്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു രസമല്ലേ. എനിക്കൊന്നും കാണാൻ പറ്റുള്ള കർത്താവ്, ഫ്ലാഷ് കണ്ണിലടിച്ചിട്ടേ ഒന്നും കാണാൻ പറ്റുള്ളൂ. ഇതൊരു പട്ടിക്കാടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആകപ്പാടെ എനിക്ക് കാണാൻ പോകുന്നൊരു ഫ്ലാഷാണ്. എൻ്റെ കൂട്ടുകാരിയുടെ ഒരു പട്ടിക്കുട്ടി ഇവിടെ ഉണ്ട്. വാട കണ്ണ. ഓഫ് എൻ്റെ ചക്കരമുത്തേ. ഇതിനെന്തൊരു വിലയെന്ന് അറിയാം കൂടിലിന്. 14 വയസ്സ് പ്രായമുണ്ട്. അപ്പം ഞാൻ അതേ പോവുകയാണ്. എനിക്ക് അവിടെ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ റൂട്ടാണെന്ന് എനിക്കറിയാം. അപ്പം അത് പിടിച്ചങ്ങോട്ട് നടക്കുകയാണ്. സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ ബാർബിക്യൂ പരിപാടിയായിരുന്നു ആകെ മൊത്തത്തിൽ. എൻ്റെ കർത്താവ് ഏത് റൂട്ടിൽ കൂടെ ഞാൻ പോണേ. കാട്ടിക്കൊക്കെയാണല്ലോ കയറി പോണേ. ഒന്നും നമ്മൾ അധികം കാട്ടിക്കൂട്ടുന്നില്ല. ഓക്കെ, റോഡെത്തി. ഇനി നമുക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല കാട്ടിൽ നിന്ന് വല്ല മൃഗങ്ങൾ കയറിയെന്ന് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എന്തൊക്കെയായാലും ഫസ്റ്റ് ഡേ എൻഡഡ് ഇൻ ദ ബെസ്റ്റ് വേ. സത്യം പറയാലോ, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ഞാൻ ആദ്യമായിട്ടൊന്ന് കാണാം. എല്ലാവരും വന്നില്ല, ഒരു 90% ആൾക്കാരൊക്കെ വന്നു. പരിപാടി കളറായിരുന്നു. ഐ എം വെരി ഹാപ്പി. ഞാൻ കുറേ വീഡിയോസ് ക്ലിപ്പുകളൊക്കെ എടുത്തു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
നീ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടും എന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് റിയലി ഗുഡ്. അത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ റിസോർട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട്. ആ മുകളിൽ കാണുന്നതാണ് എൻ്റെ റൂം. അപ്പം അത്രയൊക്കെ തന്നെ. ഇനി തിരിച്ച് റൂമിൽ പോവുക, കിടന്നുറങ്ങുക. നാളെ കാലത്ത് 9 മണിക്ക് ഡേ 2 തുടങ്ങും. ഇതെന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എങ്ങനെയായാലും നമ്മൾ അടിച്ച് പൊളിക്കും. ഇവിടെ ഗെയിം കളിക്കാൻ കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നില്ല. കാരണം ഇതിനാണ് വെറുതെ. പിന്നെ ഇപ്പം സമയം വെളുപ്പിന് 2 മണിയായിട്ടുണ്ട്. എൻ്റെ റൂമിലുള്ളവന്മാർ ഉറങ്ങിയിട്ടുണ്ടാവാനാണ് സാധ്യത. പക്ഷേ നമുക്കതൊരു പ്രശ്നമാണോ? കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. വെറുപ്പിക്കുന്നില്ല, അവന്മാർ ഉറങ്ങിയെന്നാണ് തോന്നണേ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.